പ്രിയമുള്ളവരെ, എൻ്റെ പേര് വർഗീസ് ഒട്ടേക്കാട്ടിൽ നിന്നാണ്. ഞാൻ പശ്ചിമഘട്ട സംരക്ഷണ സമിതി എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് നക്സലൈറ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങി 2 വർഷം ജയിലിൽ കഴിയേണ്ടി വന്ന പ്രായമുള്ള ഒരാളെന്ന നിലയിൽ ഇവിടെ കൂടിയിരിക്കുന്ന സതുദ്ദേശപരമായി ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിഷയം ഫാസിസമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള പരിഹാരം തേടി ഒത്തുചേർന്നിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജിയെ ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ, വസ്തുനിഷ്ഠ പ്രകൃതിയുടെ നിയമങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഈ RSS വെച്ച് പുലർത്തുന്ന ഫാസിസത്തെക്കുറിച്ച് പറയുമ്പോൾ അത് RSS എന്ന് പറയുന്ന ഒരു സംഘടനയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ലോകത്തുണ്ടായ എല്ലാ മതങ്ങളും മത തത്വസംഹിതകളും ഫാസിസമാണ്. കാരണം ഒരു യഥാർത്ഥ ഭൂമിയെ ആ ഭൂമിയല്ല എന്ന് പറയുന്ന, യഥാർത്ഥ സൂര്യനെ അവരുടെ വാക്കുകൾ കൊണ്ട് നിഷേധിക്കുന്ന ഒരു വികൃതമായ തത്വസംഹിതയുടെ നടത്തിപ്പുകാരാണ് ലോകത്തുള്ള സകല മതങ്ങളും. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരക്തം വീഴിച്ചിട്ടുള്ളത് ഈ മതങ്ങൾ തന്നെയാണ്. അതിവിടെ ഇന്നത്തെ RSS ആയാലും, അതുപോലെ തന്നെ മുസ്ലിം ഇസ്ലാമിക മതമായാലും ക്രിസ്തീയ മതമായാലും, ഇവരെല്ലാം ലോകത്തിന് ചെയ്ത സംഭാവന എന്ന് പറയുന്നത് ഇത്തരം ഭീകരമായ മനുഷ്യക്കുരുതികളാണ്. ആ വിഷയം ഞാൻ അവിടെ നിർത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ചർച്ച സംഘടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ എത്തിച്ചേരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കും. ഇവിടെ നമ്മളെല്ലാം വിട്ടുപോകുന്നൊരു കാര്യം, ഈ ഫാസിസത്തെ എതിർക്കാൻ നമ്മുടെ കയ്യിലുള്ള ആയുധം എന്താണ്? ആയുധം? ഇത്തരം മൈക്കുകളിലൂടെ നമ്മളുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വിവിധ തരത്തിൽ ഈ ലോകത്തെ വ്യാഖ്യാനിച്ചാൽ പരിഹാരമാകുമോ? പരിഹാരമാകില്ല. അതിന് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ മുമ്പിലുള്ള ഏക ആയുധം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഭരണഘടന നമ്മളിൽ എത്ര പേര് വായിച്ചിട്ടുണ്ട്? നാളിന്ന് വരെ ആ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതും പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതും ഒരു കൂട്ടം നിയമപണ്ഡിതരാണ്, ഒരു കൂട്ടം ജഡ്ജികളും വക്കീലന്മാരുമാണ്, അപൂർവം ചില വിവരദോഷികളായ രാഷ്ട്രീയക്കാരുമാണ്. നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? വേണ്ട. നമ്മളിൽ എത്ര പേർ പഠിച്ചിട്ടുണ്ട്? അത് മനസ്സിലാക്കാതെ നമ്മൾ അഭിമുഖീകരിക്കുന്ന മുഖ്യ ശത്രുവിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. അതും വലിയ വിഷയമാണ്. ആ വിഷയത്തെ ഞാനിവിടെ നിർത്തുകയാണ്. ഒരു കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കാം. ഇന്ന് നമ്മളെല്ലാം അതിഭീകരമായി, അല്ലെങ്കിൽ ഇന്ത്യൻ മനുഷ്യ സ്വത്വത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു ഭീകരരൂപമായി ഇവിടെ വളർന്നു വന്ന RSSൻ്റെ വേരുകൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് ഗോൾവാൾക്കർ, അയാൾ എന്താണ് പറഞ്ഞത്? ഈ 76 ഭരണഘടന 42-ാം ഭേദഗതി പ്രകാരം ഇന്ദിരാഗാന്ധി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അടിയന്തരാവസ്ഥയുടെ എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങിയ ഒരാളെന്ന നിലയിൽ ഞാൻ ഇന്നും ഇന്ദിരാഗാന്ധിയെ ബഹുമാനിക്കുന്നു. അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം ഫാസിസമോ സാഡിസമോ എന്തു പറഞ്ഞാലും അവരാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സോഷ്യലിസവും സെക്യുലറിസവും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർക്കാൻ ധൈര്യം കാണിച്ചത്. 1954 ജവഹർലാൽ നെഹ്റു ഒരു പ്രത്യേക പ്രമേയം വഴി ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. അവതരിപ്പിച്ചത് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാകുക. അതായിരുന്നല്ലോ
ഈ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ബേസ് ചെയ്തുകൊണ്ടൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കുക. ആ പ്രമേയത്തെ അന്നത്തെ പാർലമെന്റ് ഐക്യകണ്ഠേന അംഗീകരിച്ചതാണല്ലോ, നമുക്ക് ഓർമ്മയുണ്ടാവും. അതേ അതിൻ്റെ പരിസമാപ്തി എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി സോഷ്യലിസത്തെയും സെക്യുലറിസത്തെയും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതിച്ചേർത്ത്. നമ്മൾ എത്ര പേര് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? എന്താണ് അതിൽ പറയുന്ന സോഷ്യലിസം? ആ സോഷ്യലിസ്റ്റ് സാമൂഹ്യ ക്രമം എങ്ങനെയാണ് രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റുക? ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് രീതിയിലൂടെ പറ്റുമോ? അല്ല, ഒരു കൂട്ടം ആളുകൾ പറയുന്ന ആയുധമെടുത്ത പോരാട്ടത്തിലൂടെ നടത്താൻ പറ്റുമോ? എങ്ങനെയാണ് സാധ്യമാകുക? ചിന്തിക്കേ പറ്റൂ. നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അത് കഴിയില്ലെങ്കിൽ തത്വശാസ്ത്രപരമായ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ് സെക്യുലറിസം? സാധാരണ മട്ടിൽ ഇവിടുത്തെ ഈ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ അല്ലെങ്കിൽ ഈ സാമൂഹ്യ വിരുദ്ധ ശക്തികളെ തേച്ചു മെനുക്കുന്ന ഇവിടുത്തെ സാംസ്കാരിക പ്രബുദ്ധർ അല്ലെങ്കിൽ സാംസ്കാരിക മാന്യന്മാർ എന്ന് പറഞ്ഞ EMS അടക്കമുള്ള ഇങ്ങോട്ട് നോക്കിയാൽ രാഷ്ട്രീയ നേതാക്കന്മാർ മലയാളത്തിൽ ഒറ്റ വാക്കാണ് പറഞ്ഞത്: മതേതരത്വം. അല്ലേ? എന്താണ് മതേതരത്തിന്റെ അർത്ഥം? നമുക്കറിയാം, ലോകത്തുള്ള ഈ സെക്യുലറിസം, സോഷ്യലിസം തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെയും ഇന്ത്യയിൽ ലോകത്തങ്ങും ഇങ്ങോളം നടന്ന നവോത്ഥാന ആശയങ്ങളുടെ ഒരു സംഭാവനയാണ് ഈ പറയുന്ന സോഷ്യലിസവും സെക്യുലറിസവും. അതിന് കൃത്യമായ അർത്ഥമുണ്ട്. ലോകത്തറിയപ്പെടുന്ന എല്ലാ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിലും സെക്യുലറിസത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണെന്നറിയോ? മതാതീത സമൂഹം എന്നാണ്. അത് പറയാൻ ഇവിടുത്തെ എത്ര പുരോഗമന ശക്തികൾ കഴിവുണ്ട്. മതാതീത സമൂഹമാണ്. അതാണ് ഭരണഘടന പറയുന്ന, ഇന്ത്യൻ ഭരണഘടന പറയുന്ന സെക്യുലറിസം. അല്ലാതെ മതേതരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തുള്ള മുഴുവൻ ജാതി മതങ്ങൾക്കും ഒളിച്ചിരിക്കാനുള്ള ഒരവസരം സൃഷ്ടിക്കലല്ല സെക്യുലറിസം എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സോഷ്യലിസം. ഈ പറയുന്ന വിഷയങ്ങൾ വിപുലമാണ്, അഭിപ്രായ വ്യത്യാസം വിവാദപരമാണ്, അതെല്ലാമാണ്. അതുകൊണ്ട് ആ വിഷയത്തെ ഞാനിവിടെ നിർത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി പറയാൻ കേരളത്തിൽ എവിടെയാണെങ്കിലും വരാൻ ഞാൻ തയ്യാറാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഗോൾവാൾക്കർ എന്നാ പറഞ്ഞത്, ഇന്ദിരാഗാന്ധി ഈ സോഷ്യലിസവും സെക്യുലറിസവും ഭരണഘടനയിൽ എഴുതി ചേർത്തപ്പോൾ ഗോൾവാൾക്കർ പറഞ്ഞത് സോഷ്യലിസം ഇന്ത്യക്ക് പറ്റിയ മണ്ണല്ല, ഇന്ത്യയുടെ രക്തത്തിൽ സോഷ്യലിസം ലയിച്ചു ചേരില്ല, പറ്റില്ല എന്നാണ് ഗോൾവാൾക്കർ പറഞ്ഞത്. 1923 മോഹൻ മാളവ്യയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഹിന്ദു മഹാസഭയും 1925 രൂപീകരിക്കപ്പെട്ട RSSും പ്രതിനിധീകരിച്ച ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണ ഘട്ടത്തിലൊക്കെ തന്നെ അതിനെല്ലാം വിരുദ്ധമായ സമീപനങ്ങൾ എടുക്കുകയും ഭരണഘടനാ രൂപീകരണ സംവിധാനത്തെ ഡോക്ടർ അംബേദ്കറെ, നെഹ്റുവിനെ അടക്കം വലിയ പ്രതിസന്ധിയിൽ, ആശയപരമായ പ്രതിസന്ധിയിലാക്കി തീർത്തിട്ടുള്ള രണ്ട് പ്രസ്ഥാനങ്ങളാണത്. അതുകൊണ്ട് ഭരണഘടനാ രൂപീകരണ കാലഘട്ടത്തിലും അവർക്ക് സ്വാധീനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഭരണഘടന എന്ന ആയുധത്തെ ഞാൻ രണ്ട് തരത്തിലാണ് നോക്കിക്കാണുന്നത്. അതിൽ 76-ന് മുമ്പുള്ള ഭരണഘടന എന്ന് പറയുന്നത് തികച്ചും യാഥാസ്ഥിതികമാണ്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം വിപരീതമാണ്. ഇപ്പോൾ നമുക്കറിയാം, പഴയ ഭരണഘടനയിൽ എന്താ പറയുന്നത്? മതം മൗലിക അവകാശമാണ്, അല്ലേ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആളുകളുടെ വിചാരങ്ങൾക്കും വാചകമടികൾക്കും അടിസ്ഥാനത്തിലല്ല ഒരു സമൂഹം ജീവിച്ചു പോകുന്നത്. ആ സമൂഹം ഇവിടെ പ്രകൃതി നിയമങ്ങളെ പാലിക്കുന്നുണ്ട്. വിശക്കുന്നവനോട് ഭക്ഷണം കഴിക്കാനും വിശപ്പ് മാറണമെങ്കിൽ ഭക്ഷണം കഴിച്ചേ പറ്റൂ എന്നും ചിന്തിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു പ്രകൃതി നിയമം, ആ നിയമത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്തുടരുന്ന പ്രത്യയശാസ്ത്രത്തിനും വസ്തുനിഷ്ഠമായ കാഴ്ചപ്പാടുണ്ടാകണം. ആ കാഴ്ചപ്പാടാണ് ഡോക്ടർ അംബേദ്കറിനെയും നെഹ്റുവിനെയും പോലുള്ള ആളുകൾ തുടക്കം മുതൽ ഭരണഘടനാ രൂപീകരണ ഘട്ടത്തിൽ തുടക്കം മുതൽ അവസാനം ഇന്ദിരാഗാന്ധി അത് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർക്കുന്നതുവരെ ആ ഭരണഘടനാ രൂപീകരണ രംഗത്ത് അതിശക്തമായ രാഷ്ട്രീയ വിവാദങ്ങളും ആശയ വിവാദങ്ങളും സംഭവിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് അതേസമയം പഴയ ഭരണഘടന പറയുന്നതാണ് മതം മൗലികാവകാശമാണ്, അവർക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം. ഇതൊന്നും ആധുനിക ജനാധിപത്യത്തിന്റെ ഭാഷയല്ല. അത് കൂട്ടിച്ചേർക്കാനും പറ്റില്ല. രണ്ടും രണ്ടാണ്. എങ്ങനെയാണ് ഈ ലോകത്ത് നിലനിൽക്കുന്ന മതങ്ങൾ എങ്ങനെയാണ് ലോകത്തെ നോക്കിക്കാണുന്നത്? ഇതെല്ലാം ദൈവവിധിയാണെന്നാണ്. ഇവിടുത്തെ ഭരണകൂടങ്ങൾ അത് ദൈവശിക്ഷയാണെന്നാണ് പറയുന്നത്. ഇത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ അസംബന്ധ തത്വശാസ്ത്രങ്ങളെ ആധുനിക ലോകത്തിന്റെ സംഭാവനയായ സോഷ്യലിസത്തിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല, കൂട്ടിക്കെട്ടാൻ പറ്റില്ല. അത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ ഭരണഘടന എന്ന് പറയുന്ന ആയുധത്തെ ബുദ്ധിപൂർവം ബോധപൂർവം നമുക്ക് എന്നാണോ ഉപയോഗിക്കാൻ കഴിയുക അന്നല്ലാതെ ഫാസിസത്തിന്റെ ഒരു ചെറിയ വേരുകളെ പോലും തൊടാൻ നമുക്കാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതെല്ലാം തന്നെ ഫാസിസമാണ്. ഇന്ന് മതപരമായ ഫാസിസത്തിലുപരി നമ്മൾ ഇന്ന് മനസ്സിലാക്കൂ, ഇന്ന് കേരളീയ ജനത എവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്? നിങ്ങളെല്ലാവരും മദ്യപാനികൾ ആവുക എന്നല്ലേ പിണറായി പറയുന്നത്. നിങ്ങളെല്ലാം ലോട്ടറി ടിക്കറ്റ് എടുക്കുക, നിങ്ങളെല്ലാം ഈ നാട് വിടുക, നിങ്ങളെല്ലാം ഈ പ്രകൃതിയെ കൊള്ളയടിക്കുക. ഇതല്ലേ ഇന്ന് പിണറായി വിജയൻ നടപ്പിലാക്കുന്ന സോഷ്യലിസം ആണല്ലോ. എവിടെ നിന്നാണ് അയാളെ പോലുള്ള ഒരാൾക്ക് ഇത്രയും മനുഷ്യത്വ വിരുദ്ധമായ, ചരിത്രത്തെ നിഷേധിക്കുന്ന ഇത്തരം ആശയങ്ങളെ ഈ കേരളീയ ജനതയുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ അയാളെ സഹായിക്കുന്ന ഒന്നാണോ ഇന്ത്യൻ ഭരണഘടന? എങ്കിൽ ആ ഭരണഘടന വിചാരണ ചെയ്യപ്പെടണം. അത് വിചാരണ ചെയ്യപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഫാസിസ്റ്റ് ശക്തികളുടെ ഇരകളായി തീരുന്നതിൽ ഖേദിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ഒരാൾ സൂചിപ്പിച്ച പോലെ ഇവിടെ മാർക്സിസത്തിന് പ്രസക്തിയില്ലെന്ന് എം വി ഗോവിന്ദനെ പോലെയും പിണറായി വിജയനെ പോലെയുള്ളവർ പറഞ്ഞേക്കാം. അതല്ല യാഥാർത്ഥ്യം. എങ്ങനെയാണ് ഇവിടെ എം വി ഗോവിന്ദൻ പറയും മാർക്സിസത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. അത് പറഞ്ഞപ്പോ അയാൾക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനം കിട്ടി. ഇപ്പോൾ അയാൾ പറയുന്നു ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണെന്ന്. അപ്പോൾ ശബരിമല സംഗമം നടത്താൻ കഴിയുന്നു. ഇതുപോലെ വളരെ സങ്കുചിതമായ അർത്ഥത്തിൽ ഈ പറയുന്ന മാർക്സിസത്തെ നോക്കിക്കാണുന്ന അബദ്ധമാണ്. ഡോക്ടർ അംബേദ്കറെയും നെഹ്റുവിനെയും പോലുള്ള ഇന്ത്യയിലെ ഭരണഘടനാ രൂപീകരണ ഡോക്ടർ ലോഹിയെ പോലുള്ള ആളുകൾ എന്താണ് മാർക്സിസം എന്ന് കൃത്യമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ പരമോന്നത ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ ക്രമമാണ്. ആ സോഷ്യലിസ്റ്റ് സാമൂഹ്യ ക്രമത്തിൽ ഒരു മതങ്ങൾക്ക് സ്ഥാനമില്ല. ആ മനുഷ്യ സമൂഹം മതങ്ങൾക്ക് അതീതമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഏക പ്രത്യയശാസ്ത്രം മാർക്സിസം മാത്രമാണ്. അത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.